യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇപ്പം സമയം 5 മണി. നിങ്ങൾ പലരും ഉറക്കത്തിൽ നിന്ന് ഉണർന്നേ ഉണ്ടാവുള്ളൂ. സന്തോഷമുണ്ട്. ഈ വചനം ശ്രവിക്കുവാൻ വേണ്ടി നിങ്ങൾ ഉണർന്ന് ഇരിക്കുന്ന നിമിഷം കർത്താവ് തന്നെ നിങ്ങൾ അനുഗ്രഹിക്കും. വില കൊടുത്താണ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ. ഒപ്പം പ്രിയമുള്ളവരെ, കുറച്ചും കൂടി നിങ്ങളെ കർത്താവ് കൂടുതൽ അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ ഈ വചനം ശ്രവിച്ച് പ്രാർത്ഥിച്ച് അത് മറ്റു മക്കൾക്ക് കൂടി നീ പങ്കുവെക്കുകയാണെങ്കിൽ കർത്താവ് നിന്നെ ഇരട്ടി അനുഗ്രഹിക്കും. ഇന്ന് അച്ഛൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പോകുന്ന വചനഭാഗം, നമ്മുടെ മുന്നിൽ 2 ചോയ്സ് കർത്താവ് വയ്ക്കുക. വിശുദ്ധമായ ജീവൻ നയിച്ചുകൊണ്ട് തമ്പുരാനോട് കൂടിയാകണമോ, അതോ ലോകത്തിൻ്റെ മോഹങ്ങൾപ്പെട്ട് ലോക ആഗ്രഹങ്ങൾ പിന്നാലെ പോയി തിന്മയോട് ചേർന്ന് നിൽക്കണമോ എന്ന്. ആ ഒരു ചോയ്സ് നടത്തുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ ശരീരങ്ങളും എല്ലാം നിമിത്തമായിട്ടാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. അതാണ് ഇന്നത്തെ വചനഭാഗം. റോമ 6:13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളാക്കി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്നും ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഓർക്കുക പ്രിയമുള്ളവരെ, 2 ചോയ്സാ. ആദ്യത്തെ ചോയ്സ് എന്താ? നമ്മുടെ ശരീരഭാവങ്ങളും നമ്മുടെ ശരീരഭാഗങ്ങളും എല്ലാം അനീതിയുടെ ഉപകരണങ്ങളായി മാറ്റുമ്പോൾ അതെങ്ങനെയാണ്? പാപത്തിന് സമർപ്പിക്കുന്നു. അപ്പോൾ നാം മരിച്ചവർ തുല്യരായി. എന്നാൽ വചനത്തിൻ്റെ 2ാം ഭാഗം പറയുന്നു, ഞാൻ ആ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്നും മാറ്റി ദൈവത്തോടും ദൈവരാജ്യത്തോടും ചേർന്ന് നിൽക്കുവാൻ നീതിയുടെ ആയുധങ്ങളായി നന്മ ചെയ്യുവാൻ വേണ്ടി, നന്മ പ്രവർത്തിക്കുവാൻ വേണ്ടി എൻ്റെ അവയവങ്ങളെ ഞാൻ ദൈവത്തിന് സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരഭാഗങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുതെന്നും മറിച്ച് നമ്മളെ തന്നെ, നമ്മുടെ ശരീരങ്ങളെയും നാവിനെയും ശരീരത്തെയും എല്ലാം നീതിയുടെ ഉപകരണങ്ങളായി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനും അനേകർക്ക് സാക്ഷിയായി ജീവിക്കുന്ന തരത്തിൽ നാം ജീവിക്കുമ്പോൾ തമ്പുരാൻ പറയുന്നു, അങ്ങനെയുള്ള നാം മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൈവത്തിനായി ജീവിക്കണമെന്നും കൽപ്പിക്കുക. എങ്കിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നോട് ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ഭാവനകളെല്ലാം നിന്റെ പക്കലേക്ക് സമർപ്പിച്ച് ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. പ്രിയമുള്ളവരെ, ഇത് വാഗ്ദത്ത പേടകം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് ചില തിന്മയുടെ കെട്ടുകൾ, ചില പ്രലോഭ സാഹചര്യങ്ങൾ, അതായത് അശുദ്ധിയിലേക്ക്, ലോകമോഹങ്ങളിലേക്ക് എന്നെ നയിക്കാൻ സാധ്യതയുള്ള എല്ലാം ദൈവസന്നിധി സമർപ്പിക്കണം. അച്ഛനീ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ അൾത്താറിലേക്ക് സമർപ്പിക്കുമ്പോൾ അൾത്താറിൽ അർപ്പിക്കപ്പെടുന്ന ബലിയുടെ യോഗ്യതയാൽ എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും നന്മയിൽ മുന്നേറുവാൻ അതെന്നെ സഹായിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. മറക്കരുത്, ഈശോയുടെ കൂടിയായി, ഈശോയുടെ സുവിശേഷത്തിന് വേണ്ടി ഈശോയുടെ കൂടിയായി എൻ്റെ ശരീരത്തെയും എൻ്റെ ചിന്തകളെയും എൻ്റെ ഭാവനകളെ എല്ലാം വിശുദ്ധമായി തീർക്കുവാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഈശ്വരാശോന്തരം. പൊന്നു ദൈവമേ, ഈ വചനം ശ്രവിച്ച ഈ മക്കളെയും ഇവർ പങ്കുവെച്ച് ശ്രവിക്കാൻ പോകുന്ന മക്കളെയും നീ അനുഗ്രഹിക്കണമേ. വിശുദ്ധമായ ജീവൻ നയിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഒരുക്കണമേ. പാപഭംഗരമായ അവസ്ഥയിൽ നിന്നും വിശ്വാസത്തോടെ ഉയർന്നുകൊണ്ട് നീതിപൂർവമായ ജീവൻ നയിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.